നമുക്കറിയാം ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുടെ പ്രത്യേകിച്ച് ഒരു പ്രഭാവലയം തന്നെ എല്ലാ മണ്ഡലത്തിലും ഉണ്ട്. അതുതന്നെയാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു തിരുവനന്തപുരത്തേക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ മണ്ഡലം ഇളക്കി മറിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, അദ്ദേഹം ഓരോരുത്തരോടും സംവദിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്, നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ പ്രകടന പത്രികയായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു പ്രത്യേകതയാണ് രാജീവ് ചന്ദ്രശേഖരൻ. അതെ, അങ്ങോട്ടൊക്കെ പോയിട്ട് അദ്ദേഹം നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം ഞാൻ ഒരുക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. എന്നാലും രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ഇടത് വലതും കോട്ടകളിലൊക്കെ വലിയ വിള്ളലുണ്ടാക്കുകയും BJP വലിയ പ്രാധാന്യത്തോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് കണ്ടുവരാം. മത്സരമല്ല തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വം നിയോഗമാണെന്ന് വിശ്വസിക്കുന്നതാണ് കേന്ദ്രമന്ത്രിയും NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖരന് തലസ്ഥാനത്തെ പോരാട്ടം. അതിനാൽ തന്നെ വികസനം എത്തിക്കാൻ എല്ലാ മേഖലകളിലുമുള്ളവരുമായി ഇനി ആശയവിനിമയം നടത്തും. വിവിധ മേഖലകളിലെ ജനങ്ങളുമായി സംവദിക്കും. അവരുടെ അഭിപ്രായവും താല്പര്യവും മനസ്സിലാക്കി തലസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ലക്ഷ്യം. തീരദേശ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് തന്റെ വികസനം. ഇതൊരു നിയോഗമായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ കാണുന്നതെല്ലാം വളരെ സങ്കടത്തോടാണ് കാണുന്നത്. ഇങ്ങനൊരു നെഗ്ലിജൻസും ഇങ്ങനൊരു ഡിക്ലൈൻ അതിന് മാറ്റണം. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യും. MP ആയാൽ മിനിസ്റ്റർ ആയാൽ ചെയ്യാൻ കഴിവ് ജാസ്തി, അത് എല്ലാവർക്കും അറിയാലോ. അതൊരു കോമൺ സെൻസ് ആണ്. കൂടാതെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ മുൻ അംബാസിഡറും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ വൈസ് ചെയർമാനുമായ TP ശ്രീനിവാസനും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി TP ശ്രീനിവാസൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്ത് മാറ്റമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള ആളാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരെന്നും ഇവിടെ പുരോഗതി കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് സ്ഥാനം ഏറ്റെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ചെയ്യുന്നത് പറയുന്നതെല്ലാം ചെയ്തില്ല. അപ്പൊ അതിന് നമ്മൾ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്യണം. അദ്ദേഹത്തിനോട് നമ്മൾ പറയുകയാണ് ഇതെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കഴിവിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഏതൊക്കെ ചെയ്യാൻ കഴിയും ഏതൊക്കെ ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ കഴിയും. തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആരാണ് നല്ലത് എന്ന് വിചാരിച്ചാൽ അവരോട് സഹകരിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്, ഇത് സഹകരിക്കാമെന്ന് സമ്മതിച്ചത്. തലസ്ഥാനത്തിന്റെ